الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളും അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ ദീനിലും ദുനിയാവിലും നിരന്തരം രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അടിമകളാകുന്ന നമ്മൾ അതിന് നന്ദി കാണിക്കണം. അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി ജീവിക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ലഇൻ ശകർതും ലഅസീദന്നകും എന്നാണ്. നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഉള്ളത് നിലനിർത്തി തരുകയും അതിലേറെ വർധനവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത്. ദീനിലാണെങ്കിലും ദുന്യാവിലാണെങ്കിലും തൊഴിലും കാര്യങ്ങളും തിരക്കുകളും അതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പക്ഷം അവൻ്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു നൽകുന്ന ആ നിയമത്തിന് നന്ദിയുള്ളവനാണെങ്കിൽ അതിലേറെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി തരും എന്നുള്ളത് തന്നെയാണ്. ദുന്യാവിൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും കേട്ടതും പലരും പറയുന്നതുമാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതി ക്ഷമയാണ് എന്നുള്ളത്. മറ്റേ പകുതി നന്ദിയാണ്. ഒരു അടിമ ഈ ലോകത്ത് ഏത് വ്യക്തിയാണെങ്കിലും, മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും, അള്ളാഹുവിനനുസരിക്കുന്നവനാണെങ്കിലും അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന ആരാണെങ്കിലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ രണ്ടാലൊരവസ്ഥയിലായിരിക്കും അവൻ്റെ ഓരോ സമയങ്ങളും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സന്തോഷിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ അവസ്ഥകളുണ്ടാകും. ചില സമയത്ത് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഉത്കണ്ഠകളും പരീക്ഷണങ്ങളും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കൂടെ പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ്റെ കാര്യം പുതുമയാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ ഏതവസ്ഥയും അവന് നല്ലതായി ഭവിക്കും. അവന് സന്തോഷകരമായ അവസ്ഥയിലാണെങ്കിൽ അതിന് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മുന്നേറും, അതവന് നല്ലതാണ്. അവന് പ്രയാസങ്ങളും ദുരിതങ്ങളുമാണെങ്കിൽ അവൻ ക്ഷമ അവലംബിക്കും, അതും അവന് നല്ലതാണ്. ഇതൊരു മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റൊരാൾക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുകയില്ല. നന്ദി എന്ന് പറയുന്നതിന് അറബിയിൽ പറയുന്ന വാക്ക് ശുക്ർ എന്ന് പറയും. ശുക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധവാനാകുക ഈ വ്യക്തി. ഏതൊരു ലക്ഷ്യത്തിന് ഉദ്ദേശത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇത് നൽകുന്നു, അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ആ ലക്ഷ്യത്തിൽ ഈ അനുഗ്രഹങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ശുക്റിനെ കുറിച്ച് പറഞ്ഞത്, അശ്ശുക്റു ളുഹൂറു അസരി നിഅമത്തില്ലാഹി അലാ ലിസാനി അബ്ദിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന നിഅമത്തുകൾ, അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ അസറുകൾ ഒരു അടിമയുടെ നാവിൽ കൂടെ അത് പ്രകടമാകുക പുറത്തേക്ക്. ഹംദും സനാഉമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ പ്രതാപം നടിക്കാതെ, നിഅമത്ത് അള്ളാഹു ചെയ്തു തന്നതിന് നന്ദി സൂചകമായി വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അസൂയയും കുശുമ്പും കടുമ്പും ഇങ്ങനത്തെ ദുഷിച്ച ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകളെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ നമ്മൾ പറയുക. നമുക്ക് ചെയ്തു തന്നത് നമുക്കത് ഫലം ചെയ്യും. അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി ചില ആളുകൾക്ക് നിഅമത്തുകൾ കേട്ടാൽ, മറ്റൊരാൾക്കുള്ള നിഅമത്ത് കേട്ടാൽ ചിലപ്പോൾ അവരുടെ മനസ്സിലത് സന്തോഷിപ്പിക്കുകയില്ല എന്നുണ്ടെങ്കിൽ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുകയും വേണം. അപ്പോൾ ഒരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത നിഅമത്തിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ അസറുകൾ അവൻ്റെ നാവിൽ കൂടെ പുറത്തേക്ക് വരാം. സനാഅൻ വഅ്തിറാഫൻ, ഇത് അള്ളാഹു ചെയ്തു തന്നതാണ്, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ടാണ്. എൻ്റെ സാമർത്ഥ്യം, എൻ്റെ യുക്തി, എൻ്റെ തന്ത്രങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വാധീനം, ഇതൊന്നുമല്ല. ഹാദാ മിൻ ഫളി റബ്ബി, ഹാദാ മിൻ ഫളി റബ്ബി. അള്ളാഹുവിൻ്റെ ആദരണീയരായ പ്രവാചകന്മാർ വലിയ വലിയ നിഅമത്തുകൾക്കുടമയായ സമയത്ത്, ഈ ലോകം കണ്ട ഏറ്റവും വലിയ രാജാവും ആധിപത്യവും സ്വാധീനവും അനുഗ്രഹങ്ങളും ലഭിച്ച മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അദ്ദേഹത്തിന് വലിയ നിഅമത്തുകൾ
നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്ത നിലക്കുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുമുന്നിൽ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അനുസരിക്കുന്ന ജിന്നുകളും ശൈത്താനുകളും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തപ്പെട്ട നിലക്ക് അള്ളാഹു സ്വാധീനം അവരിലുള്ള ആധിപത്യം നൽകപ്പെട്ട സമയത്ത് അദ്ദേഹം ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. എൻ്റെ സ്വാധീനം, എൻ്റെ അധികാരം, എൻ്റെ പവറും എൻ്റെ ഐഡിയകളും ഒന്നുമല്ല. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദിയുള്ള അടിമയാണോ, ഞാൻ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ്. അതായിരിക്കാം, അങ്ങനെ അംഗീകരിക്കും. വഅലാ ഖൽബിഹി ശുഹൂദൻ വമഹബ്ബ, എപ്പോഴും ഈ പറയുന്ന നിഅമത്ത് അവൻ്റെ ഹൃദയത്തിലുണ്ടാവുക. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലാണ് ഞാൻ കടന്നു മറിയുന്നത്. ഒരു നിമിഷം അള്ളാഹു എന്നെ കൈയൊഴിഞ്ഞാൽ, അള്ളാഹു നൽകുന്ന നിഅമത്ത് ഒരു നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നിനും പറ്റാത്തവനായിരിക്കും ഞാൻ, എവിടെയും കൊള്ളാത്തവനായിരിക്കും എന്ന ബോധത്തോടുകൂടെ എപ്പോഴും അവൻ്റെ മനസ്സിലതുണ്ടാവും. വമഹബ്ബത്തൻ, ആ നിഅമത്തുകൾ ചെയ്തു തരുന്ന അള്ളാഹുവിനോട് അതിയായ സ്നേഹവും ആദരവും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് വഅലാ ജവാരിഹിഹി ഇൻഖിയാദൻ വതഅ, അവൻ്റെ നാവിൽ കൂടെ വന്നു, അവൻ്റെ ഹൃദയത്തിൽ അതുണ്ട്. അവൻ അള്ളാഹു സുബ്ഹാനഹു നൽകിയ അവയവങ്ങൾ അള്ളാഹുവിനെ വഴങ്ങിക്കൊണ്ട്, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ ഈ അനുഗ്രഹങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് അവൻ്റെ അവയവങ്ങളിൽ കൂടുതൽ പ്രകടമാകുക. മദാരിജ് സാലിക്കീൻ അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ മദാരിജ് സാലിക്കീനിൽ ശുക്റിനെ കുറിച്ച് വിശദീകരിച്ചത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ തഫ്സീർ അശ്ശുക്റു ഇഅ്തിറാഫുൽ ഖൽബി ബിമിന്നത്തില്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഒരു മനുഷ്യൻ, ഒരു അടിമ, അവൻ്റെ ഹൃദയം അത് അംഗീകരിക്കാൻ തയ്യാറാകുക. വതലഖിഹാ ഇഫ്തിഖാറൻ ഇലൈഹാ, അതിലേക്ക് പൂർണ്ണമായ ആവശ്യക്കാരനും അത്യാവശ്യക്കാരനുമാണ് എന്ന നിലക്ക് അത് സ്വീകരിക്കാൻ തയ്യാറാകും. നമുക്കിതൊന്നുമില്ലെങ്കിലും, അള്ളാഹു ഇതൊന്നും ചെയ്തില്ലെങ്കിലും, നമുക്കൊരുപാട് എന്ന് പറയുന്ന അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന് ആവശ്യമില്ലാത്ത അഹങ്കാരത്തിൻ്റെ ഖാറൂനിയൻ, ഹാമാനിയൻ, ഫിർഔനിയൻ, അങ്ങനത്തെ ധിക്കാരികളായ മനുഷ്യന്മാരെ പോലെയാവാതെ ഞാൻ പൂർണ്ണമായി ഇതിലേക്ക് ആവശ്യക്കാരനാണ്, അത്യാവശ്യക്കാരനാണ്. അള്ളാഹു ഒരു നിമിഷം എൻ്റെ കാര്യം എന്നിലേക്കോ സൃഷ്ടികളിൽപ്പെട്ട മറ്റാരെങ്കിലേക്കും ഏൽപ്പിച്ച് എന്നെ കൈയൊഴിഞ്ഞാൽ എൻ്റെ കാര്യം അപകടത്തിലാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ നിഅമത്ത് സ്വീകരിക്കുക. വസർഫുഹാ ഫീ തആത്തില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആ നിഅമത്തുകളെ വിനിയോഗിക്കുക. വസൗനുഹാ അൻ സർഫിഹാ ഫിൽ മഅസിയ, തെറ്റായ കാര്യങ്ങളിൽ അതിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിർവചനം ഈ പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്. ശുക്റിന് 3 അർക്കാനുകൾ, 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. നമ്മൾ ഈ കേട്ടത് തന്നെ. ഒന്നാമത് അവൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന ഈ നിഅമത്തുകളെക്കുറിച്ച് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ അംഗീകരിക്കാൻ തയ്യാറാവുക. ഇത് അള്ളാഹുവിൻ്റെ ഫള് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയതാണ്, അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയതാണ്. ഞാനതല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതനായതുകൊണ്ടോ അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ ബഹുമാന ആദരണീയനായതുകൊണ്ടോ ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഫള് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് എനിക്കിത് നൽകിയതാണ്. ഏത് നിഅമത്തുകളാണെങ്കിലും, ദീനിലുള്ളതാണെങ്കിലും ദുന്യാവിലുള്ളതാണെങ്കിലും അവൻ്റെ മനസ്സുകൊണ്ട് അവൻ അംഗീകരിക്കാൻ തയ്യാറാകും. വിഡ്ഢികളായ ആളുകൾ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികളിലേക്ക് അനുഗ്രഹങ്ങളെ ചേർത്തുകൊണ്ട് അവർ പറയും. ഓരോ വിഷയങ്ങളും അശ്രദ്ധമായിക്കൊണ്ട് പറയും. ചില ആളുകൾ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് പറയും. ഒരിക്കലും അള്ളാഹുവിനെ മറക്കാതിരിക്കും. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് നൽകിയ അള്ളാഹുവിനെ മറക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ താമസിക്കുന്ന സമയത്ത്, അന്ന് രാത്രി സമയത്ത് മഴ വർഷിച്ചു അവർക്ക്. അങ്ങനെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞു. പ്രവാചകനും സഹാബത്തും ആ മഴ വർഷിച്ച് അങ്ങനെ അതിൽ സുജൂദ് ചെയ്ത് അവരുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലൊക്കെ മഴവെള്ളവും മണ്ണിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ പറ്റി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രവാചകൻ ചോദിച്ചു, എന്താണ് അള്ളാഹു പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിർ, എൻ്റെ അടിമകളിൽ നിന്ന് ഇന്നലത്തെ ഒരു മഴ കാരണം ഒരു വിഭാഗം ആളുകൾ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളായി, മറ്റു വിഭാഗം ആളുകൾ സത്യനിഷേധികളുമായി. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മഴ വർഷിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, ഫദാലിക മുഅ്മിനും ബി കാഫിറും ബിൽ കൗകബ്, അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിച്ചവരാണ്, അള്ളാഹു ചെയ്ത നിഅമത്തിനെ അവനിലേക്ക് ചേർത്തവരാണ്, അതംഗീകരിച്ചവരുമാണ്. അവർ നക്ഷത്രങ്ങളിലും മറ്റുള്ളതിലൊക്കെ അവിശ്വസിച്ചവരുമാണ്. ചില ആളുകൾ അമ്മാമൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്നലെ ഇന്നാലിന്ന നക്ഷത്രം ഉദിച്ചതുകൊണ്ട് അതല്ലെങ്കിൽ അസ്തമിച്ചതുകൊണ്ട്, ഇന്നലെ
ഏതെങ്കിലും 1-ാം തീയതി ആയതുകൊണ്ട്, അതല്ലെങ്കിൽ 10-ാം തീയതിയും 2-ാം തീയതിയും ആയതുകൊണ്ട് എന്നാളുകൾ പറയുന്നത് പോലെ നക്ഷത്രങ്ങളിലേക്കും പ്രകൃതിയിലേക്കും മറ്റുള്ള ഏതെങ്കിലേക്കൊക്കെ ഈ നിയമത്തിനെ ചേർത്തുകൊണ്ട് പറഞ്ഞ ആളുകൾ ഫദാലിക കാഫിറും ബി മുഅ്മിനും ബിൽ കൗകബ്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹു ചെയ്ത നിയമത്തിനെ അവനിലേക്ക് ചേർത്തില്ല, അവനെ മറന്നു വിസ്മരിച്ചു, നക്ഷത്രങ്ങളിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിൻ്റെ തന്നെ മറ്റ് ലഫ്ളുകൾ വേറെ സ്ഥലങ്ങളിൽ സഹീഹായി ഇതുപോലെ വന്നത് വേറെയും കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ഒന്നാമത്, ഒരു അടിമ അവൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അംഗീകരിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തത് അത്തഹദ്ദുസു ബിഹാ വസ്സനാഉ അലൽ മുൻഇം, നിഅമത്ത് ചെയ്തു തന്ന ഉന്നതനായ അള്ളാഹുവിനെ പ്രശംസിക്കുക, ഹംദും സനാഉം പ്രശംസയും ചെയ്യും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടായിരുന്നു, നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകി. വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നമ്മൾ കേട്ടതുപോലെ പ്രവാചകൻ അള്ളാഹുവിനെ സനാ ചെയ്യലുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് മുഅ്മിനീങ്ങൾക്ക്, പ്രവാചകനും മുഅ്മിനീങ്ങൾക്കും വിജയമായിരുന്നു. പിന്നീട് അതിൻ്റെ അവസാന ഭാഗത്ത് വലിയ പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. പ്രവാചകന് എതിര് ചില സഹാബത്തിൽ നിന്ന് അവരുടെ ഇജ്തിഹാദ് കാരണം വന്നത് കാരണം അങ്ങനെ ആ പ്രയാസങ്ങളും പ്രവാചകനടക്കം മുറിവായി, കുറേ ആളുകൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ശത്രുക്കൾ പിന്മാറിയ സമയത്ത് ഉഹദിൻ്റെ മുകൾ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനെ മുഴുവനും വിളിച്ചു ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, സഫായിട്ട് അണിയായിട്ട് നിൽക്കി, എൻ്റെ റബ്ബിനെ ഞാൻ പ്രശംസിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അത്ര വലിയ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നേരിട്ട സമയത്തും അള്ളാഹുവിനെ സനാ ചെയ്യാനും അള്ളാഹുവിനെ ഹംദ് ചെയ്യാനും മാത്രമുള്ള ശുക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയിരുന്നു എന്നുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാലത്ത് ഫഖത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഒരു രാത്രി എൻ്റെ അടുത്ത് വിരിപ്പിൽ നിന്ന് പ്രവാചകനെ ഞാൻ അവിടെ കാണാതെ നഷ്ടപ്പെട്ടൊരവസ്ഥ വന്നു. പ്രവാചകൻ മറ്റ് സ്ത്രീകളാണ്, സ്വാഭാവികമായിട്ടും മറ്റ് ഭാര്യമാരുടെ അടുത്തേക്ക് അവരോട് പറയാതെ പോയോ മറ്റോ. അങ്ങനെ ഫലമസ്തുൽ മസ്ജിദ്, അപ്പോൾ അവിടെ ഞങ്ങൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ടൊക്കെ ഒന്ന് പരതി നോക്കി, രാത്രി സമയത്ത്, വെളിച്ചമൊന്നുമില്ലാത്ത സമയത്ത്. ഫഇദാ ഹുവ സാജിദുൻ, പ്രവാചകൻ അവിടെ അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട് കിടക്കുകയാണ് രാത്രി സമയത്ത്, ഭാര്യയുടെ കൂടെ കിടക്കാതെ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട്. വഖദമാഹു മൻസൂബത്താൻ, രണ്ട് കാലുകളും സുജൂദിൽ അതിനെ നാട്ടിവെച്ചുകൊണ്ട്. വഹുവ യഖൂലു, അവിടുന്ന് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ റിള കൊണ്ട് ഞാൻ നിന്നോട് തവസ്സുൽ ചെയ്ത് കാവലിനെ തേടുന്നു നിന്റെ കോപത്തിൽ നിന്ന്. വ അഊദു ബിമുആഫാതിക മിൻ ഉഖൂബതിക്, നിന്റെ ആഫിയത്താണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്. വ അഊദു ബിക മിൻക, നിന്നിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക്, നിന്റെ മേലുള്ള പ്രശംസ, നിന്റെ മേലുള്ള സ്തുതി അല്ലാഹുവേ എനിക്ക് കണക്കാക്കാൻ കഴിയില്ല, അതിന് മാത്രം മനം നിറഞ്ഞുകൊണ്ട്. അൻത കമാ അസ്നൈത അലാ നഫ്സിക്, നീ നിന്റെ നഫ്സിനെ പ്രശംസിച്ചതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലും സൂറത്തുകളിലൊക്കെ അവനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്കാണ്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹു ഇതുപോലത്തെ പ്രശംസകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അതിന് മാത്രമുള്ളവനാണ്, അർഹതയും യോഗ്യതയുമുള്ളവൻ. ഇങ്ങനെ പിന്നെ മൂന്നാമതായിക്കൊണ്ട് ശുക്റിൻ്റെ റുക്നി എന്ന് പറയുന്നത് തസ്ഖീറുഹാ ഫീ ത്വാഅത്തി മുസ്ദിഹാ വൽ മുൻഇമി ബിഹാ, ആ നിഅമത്ത് നമുക്ക് നൽകിയവൻ്റെ ത്വാഅത്തിൽ, അവനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗത്തിൽ അതിനെ ഉപയോഗിക്കുക. അള്ളാഹുവിൻ്റെ നിഅമത്ത് കയ്യും കണക്കുമില്ലാതെ വീടിൻ്റെ കാര്യത്തിൽ, വാഹനത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, മൊബൈലിൻ്റെ കാര്യത്തിൽ, ഓരോ വിഷയങ്ങളിലും, പാനീയങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ലഭിച്ച് പല ആളുകളും അത് അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, കോപിക്കുന്ന രൂപത്തിൽ ആ പറയുന്ന നിഅമത്തുകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഉണ്ടാവരുത്. യഅമലു ആല ദാവൂദ ശുക്രൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് കുടുംബത്തോട് പറഞ്ഞു, ദാവൂദ് കുടുംബമേ നിങ്ങൾ ശുക്ർ പറയീ എന്നുള്ളതല്ല, യഅമലു നിങ്ങൾ അമൽ ചെയ്യീൻ, പ്രവർത്തനത്തിൽ കൂടെ. ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം തന്നെ പണ്ഡിതന്മാർ പറയുന്ന, ഹംദ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും, അതേപോലെ നാവ് കൊണ്ടും അത് വരും. ശുക്ർ ഹൃദയത്തിൽ കൂടെയും നാവിൽ കൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെയും 3 രൂപത്തിൽ ശുക്റുണ്ടാകും. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാനാ പറഞ്ഞത്, പറയാനല്ല. അപ്പോൾ ഈ പറയുന്ന നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി അവനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗ്ഗത്തിൽ സമ്പത്ത് നൽകി. ആ സമ്പത്ത് നമുക്ക് അനുവദനീയമായ ഹലാലായ മാർഗ്ഗത്തിൽ നമുക്കും കുടുംബത്തിന് ഉപയോഗിക്കാം. നിർബന്ധമായതും ഐച്ഛികമായ ദാനധർമ്മങ്ങൾ അതുകൊണ്ട് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗ്ഗത്തിൽ പാവങ്ങളായ ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുത്തുകൊണ്ട്, സമ്പത്താണെങ്കിൽ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് കൊടുത്തു,
അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായ തെളിവും രേഖകളും ഉറപ്പുവരുത്തി തൻ്റെ കീഴിലുള്ള ആളുകൾ, തന്നോട് ബന്ധമുള്ള ആളുകൾ, നമുക്ക് കഴിയുന്ന വ്യക്തികൾ, സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കത് പറഞ്ഞു കൊടുത്തു. നമ്മുടെ കഴിവാൽ നമുക്ക് കഴിയുന്ന ചെറിയ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് നന്ദി പ്രകടിപ്പിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് കൂട്ടിത്തരും. ഒന്നിരിക്കലും ഒന്നോ രണ്ടോ ആളുകളെ മുന്നിൽ വെച്ച് അവർക്ക് ഏതെങ്കിലും തൗഹീദിൻ്റെ കാര്യങ്ങൾ, സുന്നത്തിൻ്റെ കാര്യങ്ങൾ ചെറിയതൊരാൾ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമം നടത്തുകയാണ്. അവൻ്റെ പ്രവർത്തനങ്ങളിൽ സിദ്ഖും ഇഖ്ലാസും ഉണ്ടെങ്കിൽ, അവൻ അള്ളാഹു അവന് നൽകിയ നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഭാവിയിൽ അവൻ വലിയൊരു പണ്ഡിതനാകാം, ഭാവിയിൽ അവൻ വലിയൊരു ദാഇയാകാം. അവൻ്റെ ഈ ഇൽമ് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ ഈ രണ്ടാളുകളിൽ ബറക്കത്ത് ചെയ്ത് അവരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ വക്താക്കളും പണ്ഡിതന്മാരും ഉലമാക്കളുമാക്കും. നമ്മളൊരിക്കലും നിസ്സാരമായി കാണരുത്, ഒരിക്കലും നിസ്സാരമായി കാണുകയേ ചെയ്യരുത്. എനിക്കെങ്ങനെ ഒരു സ്റ്റേജ്, എനിക്കെങ്ങനെ ഇതൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് പരിമിതമായ സൗകര്യത്തോടു കൂടെ ലഭിച്ചതാണെങ്കിലും അള്ളാഹു പഠിപ്പിച്ചു തന്ന ഇൽമ് അത് നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് ചെറിയ നിലക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിന് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുക, ആളുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. ചില ആളുകൾക്ക് അള്ളാഹു ഈമാനും തഖ്വയും മനസ്സുറപ്പും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള മനോധൈര്യമുണ്ടാകും, കട്ടിയുണ്ടാകും. ചില ആളുകൾക്ക് അതിന് കഴിയൂല. ചില ആളുകൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളോ പേടികളോ ഉത്കണ്ഠകളോ വരുമ്പോഴേക്കും അവർ പതറാൻ പോകും. അപ്പോൾ അവരെ കൂട്ടിപ്പിടിച്ചിരുന്നു അവർക്ക് ധൈര്യം കൊടുത്ത് സമാധാനം കൊടുത്ത് അള്ളാഹു അവൻ്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും സഹായം ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ആദർശത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സഹായങ്ങളും ധൈര്യം വരും. ചില ആളുകളെ കൂടെ കൂടിയാൽ അടുത്തിരുന്നാൽ ഉള്ളതും കൂടി കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് മനുഷ്യൻ്റെ മനസ്സ് തകർത്ത് തരിപ്പണമാക്കി തളർന്ന് കുഴങ്ങി ഇനി നടക്കൂലൊന്നുമെന്ന് കരുതിയിട്ടുള്ളതും കൂടി കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഉണ്ടാവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കൾക്കും അവൻ്റെ മുഅ്മിനീങ്ങൾക്കും അവർക്ക് സഹായിച്ച കാര്യങ്ങളും അള്ളാഹു അവരെ കൈപിടിച്ചുയർത്തിയ അനുഭവങ്ങളും പറഞ്ഞുകൊടുത്ത് മനസ്സുറപ്പും ധൈര്യവും ബലവും ജീവിതത്തിൽ മുന്നേറാൻ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനുള്ള അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അതൊക്കെ ശുക്റിൽപ്പെട്ട കാര്യങ്ങളാണ്. സന്താനങ്ങൾ അള്ളാഹു നൽകിയാൽ, അള്ളാഹു ഈ ലോകത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല വിഭവം അതിൽപ്പെട്ടതാണ് നല്ല സന്താനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറയുന്നതിൽപ്പെട്ടത് ആ കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. നല്ല കാര്യങ്ങൾ പഠിക്കാൻ, നല്ല ആളുകളടുത്ത് ചെന്ന് പഠിക്കാൻ, നല്ല കാര്യങ്ങൾ അത് പഠിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്ത് വളർത്തി വലുതാക്കി അള്ളാഹുവിൻ്റെ ദീനും ഇബാദത്തും ത്വാഅത്തുകളും പഠിപ്പിച്ചു കൊടുത്ത് അവരെ വളർത്തി വലുതാക്കും. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയിൽപ്പെട്ടതാണ്. ഇമ്രാനിൻ്റെ ഭാര്യ, അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മാതാവ് ഹന്ന എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കാൻ പോകുന്ന അവരുടെ ഗർഭത്തിലുള്ള ശിശു അവരാഗ്രഹിക്കുന്നത് ആൺകുട്ടിയാവണം, ബൈത്തുൽ മഖ്ദിസിൻ്റെ ഖിദ്മത്ത് ആളുകൾക്ക് ദീനിന് നേതൃത്വം കൊടുക്കുന്നൊരു വ്യക്തിയാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവരല്ലാഹുവിന് ആ കുഞ്ഞിനെ പ്രസവിച്ചു വരുന്നതിൻ്റെ മുമ്പ് തന്നെ നന്ദി ശുക്ർ ചെയ്തുകൊണ്ട് ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ, ദുനിയവിയായ ഒരു കാര്യത്തിന് ഉപയോഗിക്കാതെ അവനെ ഉപയോഗപ്പെടുത്താതെ നിനക്ക് വേണ്ടി നിന്റെ ദീനിൻ്റെ സേവനത്തിന്, നിന്റെ ഭവനത്തിൻ്റെ ഖിദ്മത്തിന് അള്ളാഹുവിൻ്റെ ദീനിന് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാക്കി ഞാൻ നേർച്ചയാക്കുന്നു. അത്ര വലിയ ശുക്രാണ്. പ്രസവിച്ചു വന്നിട്ടില്ല, കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടില്ല. ആ മാതാവ് പ്രസവിച്ചു കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അത് പെൺകുട്ടിയാണ്. അന്ന് അവിടെ ആൺകുട്ടികളല്ലാതെ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഖിദ്മത്തിന് ദഅവത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയില്ല. ആ മാതാവിന് അതിൽ വിഷമമുണ്ടായി, അള്ളാഹുവിനോട് പരിഭവം പറഞ്ഞു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സിദ്ഖും അവരുടെ ഇഖ്ലാസും അവർ അള്ളാഹുവിനോട് കാണിച്ച നന്ദിയും അത് പരിഗണിച്ച് സ്വീകരിച്ച് ആ കുട്ടിയെ പോറ്റി വളർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ആ പറയുന്ന പെൺകുട്ടിക്ക് ഭർത്താവ് പോലുമില്ലാതെ അള്ളാഹു ഒരു ആൺകുഞ്ഞിനെ കൊടുക്കുകയും അന്നും ഖിയാമത്ത് നാളിൻ്റെ അടുത്ത സമയത്ത് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ബാത്തിലിൻ്റെ ആളുകളെ അവരോട് നേരിടാൻ സത്യത്തിൻ്റെ വക്താവും സത്യത്തിന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാഇയും നബിയും റസൂലുമാക്കി ഖിയാമത്ത് നാളിനോടടുത്ത സമയത്ത് ഈ ലോകം വന്ന ഏറ്റവും വലിയ ദജ്ജാൽ വരുന്ന സമയത്ത് അവനെ നശിപ്പിക്കാനും കൊല്ലാനും മഹാനായ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കും. സുബ്ഹാനല്ലാഹ്. ഒരു മാതാവ് ഹന്നത്തി എന്ന് പറയുന്ന ആ മാതാവിൻ്റെ സിദ്ഖ്, അവർ അള്ളാഹുവിനോട് കാണിച്ച ശുക്ർ, അതിൻ്റെ പ്രതിഫലം എന്നോണം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം എന്നോണം ഈ ലോകത്ത് വെച്ച് തന്നെ കൊടുത്തത്. നമ്മളൊരിക്കലും വരും വരായി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുള്ള
വിഷയങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. നമ്മുടെ ഭാഗം കൃത്യമാണോ? അള്ളാഹു ചെയ്ത നിയമത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് കഴിയുന്ന ഇസ്തിഫാത്തും കഴിവുമനുസരിച്ച് അതിന് നല്ല ഫലങ്ങളുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് 2 കൈകൾ തന്നു, നമുക്ക് 2 കണ്ണ് തന്നു, 2 ചെവി തന്നു, നമുക്ക് 2 കാല് തന്നു. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ഒരാൾ തയ്യാറാകും. അള്ളാഹുവിന് വെറുപ്പുള്ള ദേഷ്യമുള്ള കാര്യങ്ങളിലൊന്നും അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കും. സത്യവിശ്വാസികളായ ആളുകളുടെ ലക്ഷണങ്ങൾ അള്ളാഹുവിന് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, സത്യവിശ്വാസികൾ അവർ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും. ഹലാലായ മാർഗത്തിൽ, അനുവദനീയമായ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിന് സഹായകരമായ മാർഗത്തിൽ അവരതിന് ഉപയോഗിക്കും. ഇല്ല അല അസുവാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഇണകൾ അതല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള അടിമകൾ. ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ ആക്ഷേപിക്കപ്പെടാത്തവരാ, അവർ നല്ല പണി ചെയ്യുന്നവരാണ്. അവരുടെ നിയ്യത്തിനനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കും. ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഈ അവയവങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യാതെ നല്ല മാർഗത്തിൽ അതിനെ ഉപയോഗിക്കാനും അതുകൊണ്ട് നല്ല മാർഗത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താനും തയ്യാറാകും. ചുരുക്കത്തിൽ ശുക്ർ എന്ന് പറഞ്ഞാൽ ഈ കേട്ടതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നമ്മുടെ അവയവങ്ങൾ കൊണ്ടുമുണ്ട്. അഫാദത്തുകുമുൻ നിഅമാഉ മിന്നി സലാസതൻ യദി വലിസാനി വല്ലമീറുൽ മുഹജ്ജബ. നമ്മുടെ ഹൃദയം, നമ്മുടെ നാവ്, നമ്മുടെ അവയവങ്ങൾ, ഈ പറയുന്ന അവയവങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ നിയമം അത് നിർബന്ധമാണ്, വാജിബാണത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറയുന്നത് വഹുവ മിൻ അഅ്ലാ മഖാമാത്തിൽ ഉബൂദിയ്യ, ഒരു അടിമയുടെ ഏറ്റവും ഉന്നതമായ പദവിയിൽപ്പെട്ടതാണ് അവൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മുന്നേറുക എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ദീനിലും ദുനിയാവിലുമുണ്ട്. നമ്മുടെ കണ്ണിൽ ഒരു പക്ഷേ നിസ്സാരമായി തോന്നുന്നതാണെങ്കിൽ പോലും അതിനൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അവൻ്റെ ബാധ്യതയിൽ ഉന്നതമായ പദവിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന നിഅമത്തുകളെ സംരക്ഷിക്കപ്പെടും. അതിലേറെ അള്ളാഹു അവന് പദവികളും നിഅമത്തുകളും കൂട്ടി കൊടുക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞു ഇൻ ശകർതും ലഅസീദന്നകും, ഇൻ ശകർതും ലഅസീദന്നകും. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിനെ മറക്കാൻ നിൽക്കരുത്, അപ്പോഴേ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കുകയുള്ളൂ. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നീ നന്ദി ചെയ്യണം. ഈ ആയത്തുകളിൽ കൂടെ അല്ലാഹു അമ്രിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ശുക്ർ നിർബന്ധമാണ്, ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ഈ ലോകത്ത് മനുഷ്യരായ നമ്മൾ നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ടാണ് അവരോടുള്ള ബാധ്യത അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ കൂടെ ഉടനെ തുടർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ലാ അഹദ അഗ്യറ മിനല്ലാഹ്, അള്ളാഹുവിനിലേറെ ആത്മരോഷമുള്ള മറ്റു ഒരാളുമില്ല. ആത്മരോഷം, ഗൈറത്ത് എന്ന അവൻ അവകാശപ്പെട്ട് അവൻ നിയന്ത്രിച്ചു നിർത്തുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർ അവിഹിതമായി കൈയിട്ട് വാരുന്നതിനും കൈകടത്തുന്നതിനൊക്കെയാണ് ഗൈറത്ത് എന്നൊക്കെ പറയും. നമ്മുടെ സ്ത്രീകൾ, കുട്ടികൾ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കീഴിലുള്ള ഭാര്യമാർ, പെൺമക്കൾ പോലത്തവരൊക്കെ മറ്റുള്ള പുരുഷന്മാർ നോക്കി കാണുകയും സംസാരിക്കാനൊക്കെ വരുമ്പോൾ ഒരു ആണാണെങ്കിൽ ആ ആണിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മരോഷമുണ്ട്. ആണത്വമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വേറുള്ളവർ അതൊക്കെ സ്വാതന്ത്ര്യമായിട്ട് അതൊക്കെ ഇപ്പോൾ ഇന്ന് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും. എന്നതുപോലെ സ്ത്രീകൾക്കും ഉണ്ടാകും. അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അവർക്ക് പറ്റാത്ത മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള സംസാരമോ കാര്യങ്ങളോ അവർക്ക് ആത്മരോഷമുണ്ടാകും. ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ആ കാര്യത്തിൽ ഏറ്റവും മേലെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിൻ അജ്ലി ദാലിക ഹറമൽ ഫവാഹിഷ മാ ദഹറ മിൻഹാ വമാ ബതൻ, വ്യഭിചാരത്തിൻ്റെ അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള അതിലേക്കുള്ള വസീലകളും മാർഗങ്ങളും മുഴുവനും അള്ളാഹു നിഷിദ്ധമാക്കി. അള്ളാഹുവിൻ്റെ പുരുഷന്മാരും സ്ത്രീകളുമായ അടിമകൾ ഹറാമായ നിലക്ക് ദുരുപയോഗം ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമായി സംരക്ഷിച്ചതാണ്. ന്യായമായി അർഹിക്കുന്ന അവൻ അനുവദിച്ച മാർഗങ്ങളിൽ കൂടെയല്ലാതെ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതേപോലെ വല അഹദ അഹബ്ബ ഇലൈഹിൽ മദ്ഹു മിനല്ലാഹി അസ്സ വജൽ, പ്രശംസ, ഹംദും സനാഉം പുകഴ്ത്തലും അള്ളാഹുവിനെ സംബന്ധിച്ചത് ഇഷ്ടമാണ്.
അള്ളാഹുവിനത് വല്ലാത്ത ഇഷ്ടമാണ്. എൻ്റെ അടിമകളായ ആളുകൾ നമ്മൾ അവനെ പ്രശംസിക്കുക എന്ന് പറയുന്നു. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ആളുകൾ, മനുഷ്യരായ ആളുകൾ നമ്മളാരും തന്നെ പൊക്കുക എന്ന് പറയുന്ന നല്ലൊരു സ്വഭാവമല്ല. ഒരാൾ അവനെ തന്നെ പൊക്കി പറയാന്നുള്ളത്, പ്രശംസിക്കുക, അത് ഇഷ്ടമാണ് എന്ന് പറയുന്ന മനുഷ്യർ സൃഷ്ടികളെ സംബന്ധിച്ച് അത് നല്ല കാര്യമല്ല. അപൂർവം ചില സമയങ്ങളിലെ ഒരാൾക്ക് തന്നെ പ്രശംസിക്കാൻ അനുവാദവും അനുയോജ്യമായ കാര്യങ്ങളുള്ളൂ. ചില അപൂർവമായ ചില സ്ഥലങ്ങളിൽ ഒരു വ്യക്തിക്ക് അവനെ പ്രശംസിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു സമൂഹത്തിൻ്റെ അടിയിൽ ഒരാൾ ചെന്നു, അവൻ അള്ളാഹുവിൻ്റെ ദീന് ധാരാളം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. ആ ജനങ്ങൾക്കാണെങ്കിൽ ഇവനെക്കുറിച്ച്, ഈ വ്യക്തിയെക്കുറിച്ച് അത് അറിയില്ല. ഇവൻ അവിടെ ഒരു ദീനും കാര്യം എന്തെങ്കിലും അവർക്ക് ദാവത്തോ അല്ലെങ്കിൽ ഇൽമെന്തേനും പഠിപ്പിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണർത്താനോ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പഠിച്ചതാണ്, ഇന്ന കാര്യങ്ങളാണ്, അവനെ സംബന്ധിച്ച് ചില നന്മകൾ അവരെ പറഞ്ഞ് ഉണർത്താവുന്നതാണ്. അതൊരു മസ്ലഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രശംസ. അല്ലാത്ത സ്ഥലത്ത് ഫലാ തുസക്കു അൻഫുസക്കും, ഒരാൾ മറ്റുള്ള തന്നെ പൊക്കിക്കൊണ്ട് പറയരുതേ എന്നല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണ്, സൃഷ്ടികൾ വേറെയാണ്, സൃഷ്ടാവ് വേറെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവനെ പ്രശംസിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ആളാണ്. മിൻ അജലി ദാലിക മദഹ നഫ്സുഹു, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പല ആയാത്തുകളിൽ കൂടെയും പ്രശംസിച്ച് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പം നമ്മൾ അള്ളാഹുവിനെ പ്രശംസിക്കുക, ശുക്രിൻ്റെ ഒരു ഭാഗമാണത്. അള്ളാഹുവിനെ പുകഴ്ത്തി പറയുക, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ എടുത്തു പറയുക, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. വലാ അഹദ അഹബ്ബ ഇലൈഹിൽ ഉദ്റു മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണം ബോധിപ്പിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അടിമകളായ ആളുകളെ ശിക്ഷിക്കുക, അവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനത് ഇഷ്ടമാണ്. അതല്ലാതെ വെറുതെ അതിൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ കണ്ട മാതിരി എന്ന് പറയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരയക്കുകയും ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന, താക്കീത് നൽകുന്ന പ്രവാചകന്മാരയച്ചു. എന്തിനു വേണ്ടി? ജനങ്ങൾ ഖിയാമത്ത് നാളിൽ വന്ന് അള്ളാഹുവിനോട് പറയാൻ, ഞങ്ങളെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു, ഞങ്ങൾക്കിത് അറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നബിമാർ വന്നില്ലേ, കിതാബ് വന്നില്ലേ, കൃത്യമായ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിക്കും. അള്ളാഹു അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ പെരുമാറൂല. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് പ്രശംസ ഇഷ്ടമാണ്. അവൻ ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് അവനെ പുകഴ്ത്തുന്നത് ഇഷ്ടമാണ്. അള്ളാഹുവിനെ നമ്മൾ അടിമകൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ള അതിലേക്ക് തെളിവായിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റുള്ള പ്രവാചകന്മാരോടും പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആയത്തുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. നന്ദി ചെയ്യാൻ വേണ്ടി മൂസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു, യാ മൂസ ഇന്നി സ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി, മറ്റുള്ള ആളുകളിലേറെ, സാധാരണക്കാരായ മനുഷ്യരിലേറെ നിങ്ങളെ ഞാൻ റസൂലാക്കി. മറ്റുള്ള പ്രവാചകന്മാരിലേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ സംസാരിച്ചു മൂസാ നബിയോട്. കലീമുല്ലാഹിയാണ് അദ്ദേഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യാവിൽ മൂസാ നബിയോട് സംസാരിച്ചു. മറ്റ് പ്രവാചകന്മാരോടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശംസയും ആദരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫഖുദ് മാ ആതൈതുക, ഞാൻ നിങ്ങൾക്ക് നൽകിയ ഗ്രന്ഥം, ദീന്, അത് കൃത്യമായി നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. വകും മിനശാകിരീൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ചെയ്തു കൊടുത്ത നിഅമത്തുകളാണ് ദീനിൽ ചെയ്തു കൊടുത്തു. നമുക്കൊക്കെ കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ദീനിൽ നമുക്ക് അള്ളാഹു തആല ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഒരു തലമുറൻ്റെ മുമ്പുള്ള തലമുറ നമ്മുടെ നാട്ടിലൊക്കെ സലഫിയത്ത് എന്താണ്, തൗഹീദ് എന്താണ്, ശരിയായ ദീൻ എന്താണ് എന്നുള്ളത് അവർക്കറിയാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വന്നത് ദഅവത്ത് നടത്തുന്ന സമയത്ത് ഒരുപാട് പീഡനങ്ങളും ഒരുപാട് ആക്രമണങ്ങളും ഭീഷണികളും ഖുറാഫികളിൽ നേരിട്ടുകൊണ്ടാണ് അവരത് ചെയ്തത്. ഇന്ന് അൽഹംദുലില്ലാഹ് സ്വസ്ഥമായിട്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ വന്നിരുന്ന് നമ്മളൊന്നും പൂർണ്ണരാണ്, തികഞ്ഞവരാണ് എന്ന് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ചെറിയ സൂചനകളും വഴികാട്ടലുകളും അതിനുള്ള സാഹചര്യങ്ങളും ഇരുന്ന് പഠിക്കാൻ ഇതുപോലത്തെ പൊതു സദസ്സുകൾ, മറ്റുള്ള ദർസുകൾ, കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിൽ മുന്നേറാനും കൃത്യമായത് മനസ്സിലാക്കാനും സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരാൾ പറയുകയാണ് എനിക്ക് ആഴ്ചയിൽ പൂർണ്ണമായി ജോലിയാണ്, തിരക്കാണ്, ഒരു ദിവസം ലീവ് ഒഴിവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തൻ്റെ തിരക്കുകളും ദുന്യവിയായ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം, വർദ്ധിപ്പിച്ചു തരാം. ഇതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. നമ്മൾ കേട്ടു ചരിത്രത്തിലൊക്കെ, സീറയിലൊക്കെ മക്ക കാലഘട്ടത്തിൽ സഹാബത്തൊക്കെ അനുഭവിച്ച ദുരിതങ്ങളും സ്വസ്ഥമായിട്ടൊന്ന് ഒത്തുകൂടാനോ സമാധാനത്തോടൊന്ന് സുജൂദ് ചെയ്യാനോ ഇബാദത്ത് ചെയ്യാനോ കഴിയാത്തവർ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ക്ഷമിച്ച് മുന്നേറി അള്ളാഹുവിന് കിട്ടിയതിന് നന്ദി ചെയ്തപ്പോൾ
മദീനയിലേക്ക് പോയി. അവർക്ക് രാജ്യവും അവർക്ക് സുരക്ഷയും അവർക്ക് അധികാരവും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുന്നതിൻ്റെ മുമ്പ് ഒരു രാജ്യത്തിൻ്റെ അമീറും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും അത് നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്ഥാനമാനങ്ങളുള്ള ആ അവസ്ഥയിലാണ്. നമ്മൾ കാലും പെടാൻ ചെരുപ്പില്ലാത്തവരായിരുന്നു, ഒരു നേരം കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരായിരുന്നു. ഇങ്ങനത്തെ പരിതാപകരമായ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളത് തന്നെയാണ്, ലഭിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് തന്നെ. പിന്നെ മുഅ്മിനീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നമ്മൾ നൽകിയ നല്ല വിഭവങ്ങൾ ഹലാലും ത്വയ്യിബും അത് നിങ്ങൾ കഴിച്ചോളി, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളി. വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. അള്ളാഹു നിങ്ങൾ നന്ദി ചെയ്യണം, അള്ളാഹു നിങ്ങൾ നന്ദി ചെയ്യണം. ഇവിടെ ദുന്യവിയായ നിഅമത്ത് തന്നതിനാണ് അള്ളാഹു ശുക്ർ പറയുന്നത്, ശുക്ർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് നമ്മൾ നൽകിയ ഹലാലായ വിഭവങ്ങൾ നിങ്ങൾ കഴിച്ചോളി, ഉപയോഗിച്ചോളി, അള്ളാഹു അനുവദിച്ചു തന്നതാണ്. പക്ഷേ വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. ഒരു നേരം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു മുറുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യരായ നമ്മുടെ നിസ്സഹായത എന്താണ്, നമ്മുടെ അവശത എന്തായിരിക്കും, നമ്മുടെ പ്രയാസങ്ങളും പരാധീനതകളും എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നവർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തിൽ വിഭവസമൃദ്ധമായ രുചികരമായ നല്ല നല്ല വിഭവങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നാം അതിന് നന്ദി കാണിക്കണം അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ പാനീയങ്ങളുടെ ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അതേപോലെ ഭക്ഷണങ്ങളെ ആക്ഷേപിക്കാതെ കുറ്റപ്പെടുത്താതെ കിട്ടിയതിന് അൽഹംദുലില്ലാഹ്. ഒരു നേരത്ത് നമുക്ക് ഈ ലഭിക്കുന്നത് പോലത്തത് കിട്ടാത്ത ആളുകൾ ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. ഇന്നും ഈ പറയുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രായം ചെന്നവരും സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവിടെ നമുക്ക് സുഭിക്ഷമായത് നൽകുന്ന അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന അവൻ ചെയ്ത നിഅമത്തുകൾ. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈത. മനുഷ്യരായ ആളുകൾക്ക് ഒരു പാഠമായിക്കൊണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമി, അഥവാ മഴക്കാലൊക്കെ കഴിഞ്ഞു, വെള്ളം കാര്യങ്ങളൊക്കെ വറ്റി, ചൂടും കാര്യങ്ങളൊക്കെ വന്ന് സസ്യങ്ങളും ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ് തെരിച്ചു പോയി പൊടിപൊടിയായി പോയതിനു ശേഷം നിർജീവമായി ജീവനില്ലാതെ കിടക്കുന്ന ഭൂമി. അഹ്യൈനാഹ. ആകാശത്തിൽ നിന്ന് നമ്മൾ മഴവെള്ളം വർഷിപ്പിച്ചു, അങ്ങനെ അതിനെ ജീവിപ്പിച്ചു. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ. ധാന്യങ്ങളും കൃഷികളും വിഭവങ്ങളും നാം അതിൽ നിന്ന് പുറത്തേക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. ഫമിൻഹു യഅ്കുലൂൻ. അതാണ് മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നതും അതിൽ നിന്നാണ് ആളുകൾ കഴിക്കുന്നതും. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബിൻ. ആ ഭൂമിയിൽ നമ്മൾ ഈത്തപ്പനത്തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജലസേചനത്തിന് വേണ്ടി നദികളെ ആ ഭൂമിയിൽ കൂടെ നമ്മൾ പൊട്ടിയൊലിപ്പിച്ചു. ലിയഅ്കുലൂ മിൻ സമരിഹി. അല്ലാഹു നൽകിയ ഫലവിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി. വമാ അമിലതുഹു ഐദീഹിം. വേണ്ടതുപോലെ മനുഷ്യർ ഈ പറയുന്ന വിഭവങ്ങൾക്ക് വേണ്ടി വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. എത്രയോ വിഭവങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചക്ക, നമ്മുടെ നാട്ടിലുള്ള മാങ്ങ, ഇങ്ങനത്തെ പല പല വിഭവങ്ങളും ആരെങ്കിലും അതിന് വളമിടുന്നു, ആരെങ്കിലും അതിന് നനക്കണുണ്ട്, ആരെങ്കിലും അതിനെന്തെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വിഭവങ്ങളുണ്ട് ഇങ്ങനെ. വമാ അമിലതുഹു അൻഫുസുഹു വമാ അമിലതുഹു ഐദീഹിം. അവരുടെ കരങ്ങൾ അതിനുവേണ്ടി പണിയെടുത്തിട്ടൊന്നുമില്ല. എന്തിനു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഫലാ യഷ്കുറൂൻ. നന്ദി ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നന്ദി ചെയ്യുന്നില്ലേ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ? അതിൻ്റെ താഴെ മറ്റ് സൂറത്ത് യാസീൻ മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് നമ്മൾ കന്നുകാലികളെ നാം അധീനപ്പെടുത്തി കൊടുത്തു. വലിയ വലിയ മൃഗങ്ങൾ, കാളകളും പോത്തുകളും പശുക്കളും നമ്മളിലേറെ കരുത്തും ശക്തിയും ബലവുമൊക്കെ ഉള്ളത്. പക്ഷേ അതിൻ്റെ കഴുത്തിൽ കയറിട്ടുകൊണ്ട് നിസ്സഹായനായ മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്നു. അവന് വിധേയപ്പെട്ട് അവന് വഴങ്ങിക്കൊണ്ട് ആ ജീവികൾ പോകുന്നു. ഫഹും ലഹാ മാലിക്കൂൻ. അതിൻ്റെയൊക്കെ ഉടമകൾ ഈ മനുഷ്യരാണ്. വദല്ലൽനാഹാലഹും. അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അതിനെ നമ്മൾ വഴങ്ങുന്നതാക്കി തീർത്തു. വമിൻഹാ റകൂബുഹും. ചില മൃഗങ്ങളുടെ പുറത്തവർ യാത്ര ചെയ്യുന്നു. വമിൻഹാ യഅ്കുലൂൻ. ചിലതിനെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസം അവർ ഭക്ഷിക്കുന്നു. വലഹും ഫിഹാ മനാഫിഉ വമശാരിബ്. അവർക്ക് പാലുകൾ ചുരത്തുന്നു, അതിൻ്റെ തുകലുകൾ ഉപയോഗപ്പെടുത്തുന്നു, അതിൻ്റെ രോമങ്ങൾ കൊണ്ട് വസ്ത്രങ്ങളും ടെൻറ്റുകളും പാർപ്പിടങ്ങളും അവർ ഒരുക്കുന്നു. അഫലാ യഷ്കുറൂൻ. അഫലാ യഷ്കുറൂൻ. മനുഷ്യർ നന്ദി ചെയ്യുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അവൻ ചെയ്ത നിഅമത്തുകളെ നമ്മെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ് എന്നുള്ളത് ഈ ആയാത്തുകളിൽ കൂടെ കൃത്യമായി അവൻ പറയുന്നു. പ്രവാചകന്മാരുടെ വിശേഷണങ്ങളായി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്ന അവർ നന്ദിയുള്ളവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത നിഅമത്തുകൾക്ക് കൃത്യമായി നന്ദി കാണിക്കുന്നവരായിരുന്നു എന്ന് അവൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്.
ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശകൂറ. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വളരെയധികം നന്ദി കാണിക്കുന്ന ഒരു അടിമയായിരുന്നു. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ആളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിക്കാനാണെങ്കിൽ വളരെ തുച്ഛം ആളുകളെ ഉണ്ടായതുള്ളൂ എന്നുള്ളത്. സമൂഹത്തിൽ നിന്ന് ആദരവും ബഹുമാനവും അംഗീകാരവും പരിഗണന അതൊന്നും ഒരുപാട് ലഭിച്ച ഒരാളല്ല. എന്നിട്ട് കൂടി പരിതാപകരമായ സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച ആ പ്രവാചകൻ അള്ളാഹുവിനോട് വളരെയധികം നന്ദി പ്രകടിപ്പിച്ച ആളായിരുന്നു. അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹുവിന് ഷാക്കിറല്ലി അൻഉമിഹി, അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ആളായിരുന്നു, നന്ദി പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരങ്ങളും ഇബാദത്തുകളും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, പ്രവാചകരെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട സുരക്ഷിതരല്ലേ നിങ്ങൾ? അള്ളാഹു നിങ്ങൾ ആദരിച്ചിട്ടില്ലേ, ബഹുമാനിച്ചിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടും? അവിടുന്ന് പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ഷകൂറ, അഫല അകൂനു അബ്ദൻ ഷകൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നബിയാക്കി റസൂലാക്കി ഈ പറയുന്ന നിഅമത്തുകളും കാര്യങ്ങളും ഖുർആൻ ഇറക്കി തന്നു. അനുചരന്മാരും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ഏൽപ്പിച്ച് അതിലുള്ള സഹായങ്ങളും ഇതൊക്കെ ചെയ്തു തന്ന ദീനിലും ദുന്യാവിലുള്ള നിഅമത്തുകൾക്ക് നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ ഞാൻ? അത് പ്രകടിപ്പിക്കുന്നതാണ് ഈ നിലക്കുള്ള പ്രയാസകരമായ ഇബാദത്തുകൾ, ഈ പറയുന്ന ഇബാദത്തുകൾ. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടെ അവന് നന്ദി ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ ആ സാലിഹായ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുറു ലില്ലാഹ്. അള്ളാഹുവിന് നന്ദി ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഇതാണ് അള്ളാഹുവിൻ്റെ ഡിമാൻഡ്. വമൻ യഷ്കുർ, ഒരാൾ നന്ദി ചെയ്താൽ, ശുക്റിൻ്റെ ഫضലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടെ പറയുന്നത്. ശുക്ർ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത് തരുന്ന നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ, വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അതിൻ്റെ നേട്ടം, അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ അത് അവന് തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഈ ലോകത്തും പരലോകത്തും അവന് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി വമൻ കഫറ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ തയ്യാറാകാതെ നന്ദി കേടിൽ ആരെങ്കിലും പോയാൽ അള്ളാഹുവിനൊരു വിഷയവുമില്ല, അള്ളാഹുവിന് അതുകൊണ്ടൊരു നഷ്ടവുമില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് സ്വയം പര്യാപ്തനാണ്. സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്തുത്യാർഹനുമാകുന്നു, ആദരണീയനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ശാകിരീങ്ങളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയി നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളുടെ കൂട്ടത്തിൽ ഷാക്കിർ, ഷക്കൂർ എന്ന് പറയുന്ന പേരുകളുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാകളുടെ കൂട്ടത്തിൽ ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം, ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ, വല്ലാഹു ഷക്കൂറുൻ ഹലീം പോലത്തെ നാമങ്ങളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഷക്കൂർ, ഷാക്കിർ എന്നൊക്കെ പറഞ്ഞാൽ അടിമകളായ നമ്മോട് നന്ദി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, അടിമകളായ നമ്മൾ നന്മ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു എൻ്റെ മലക്കുകളോട് പറയും, നമ്മൾ നിർവഹിക്കുന്ന ചെറിയ ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ തന്ന അള്ളാഹു നമ്മെ ആദരിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ ഇബാദത്തുകളാണെങ്കിൽ പോലും അതിന് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷങ്ങളിൽപ്പെട്ടതാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. നന്ദി കെട്ട സ്വഭാവം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ സ്വഭാവമല്ല, അത് പിശാചിൻ്റെ സ്വഭാവം. നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അതിന് നന്ദികേട് കാണിക്കുക എന്നുള്ളത് ശൈത്വാൻ്റെ, പിശാചിൻ്റെയും അവൻ്റെ അനുയായികളുടെയും സ്വഭാവങ്ങളിൽപ്പെട്ട സ്വഭാവമാണ്. കുറഞ്ഞ ഇബാദത്തുകൾ, ചെറിയ ഇബാദത്തുകൾ നമ്മൾ ചെയ്താൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകും. സാധാരണ നമ്മൾ പലപ്പോഴും കേട്ട ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ളൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് ദാഹം കഠിനമായി, അങ്ങനെ ഒരു കിണറ്റിലിറങ്ങിയിട്ട് അവൻ വെള്ളം കുടിച്ചു. പുറത്തേക്ക് വന്ന സമയത്ത് മണ്ണ് അത് നാവ് കൊണ്ടിങ്ങനെ നക്കി തിന്നുന്നത്, ദാഹം, കഠിനമായ ദാഹമുണ്ടായിട്ട് നായയെ കണ്ടു. അങ്ങനെ ആ മനുഷ്യൻ, എനിക്ക് അനുഭവപ്പെട്ടതുപോലത്തെ ഒരു ദാഹം ഈ നായക്കും അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കിണറ്റിലിറങ്ങി വെള്ളം കോരിയിട്ട് ആ നായയെ കുടിപ്പിച്ചു. ആ മനുഷ്യൻ വലിയ പാപിയായിരുന്നു, സ്ത്രീയാണ് എന്നുള്ള മറ്റൊരു റിവായത്തുണ്ട്. അതിൽ തെറ്റും പാപങ്ങളും ധാരാളം ചെയ്തൊരു മനുഷ്യനായിരുന്നു എന്ന് വേറെ റിവായത്തിലുണ്ട്. അവൻ ചെയ്ത ഈ പ്രവർത്തനം, ഒരു നായക്കൽപ്പം വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു വിഷയമാണ് പലപ്പോഴും.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു അള്ളാഹു ആ മനുഷ്യന് നന്ദി ചെയ്തിട്ട് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്തു. അവൻ ചെയ്തത് അതിന് മാത്രം വലിയൊരു പ്രവർത്തനം എന്നല്ല, പക്ഷേ അള്ളാഹു വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ട് നന്ദി കാണിച്ചു. സഹാബത്തി ഹദീസ് കേട്ട സമയത്ത് പറഞ്ഞു ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റാ, മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിൽ നമുക്ക് കൂലിയുണ്ടോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫീ കുല്ലി കബദിൻ റതുബത്തിൻ അജ്ർ, ജീവനുള്ള ഏത് കരളിനും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന നായയാണ്, പട്ടിയാണ്, ജീവികളാണ്, മൃഗങ്ങളാണ്, നന്മ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കൂലിയുണ്ട്. അള്ളാഹു അതിനൊക്കെ പകരമായി നന്ദി ചെയ്യും, പ്രതിഫലങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ നൽകും. അതിനുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി ഈ ലോകത്ത് ചെയ്ത് ജീവിച്ച ആളുകളാണെങ്കിൽ പരലോകത്ത് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസനജ്സി ശാകിരീൻ, നന്ദിയുള്ള ആളുകൾക്ക് നാം പ്രതിഫലം നൽകും. വസയജ്സില്ലാഹു ശാകിരീൻ, ഇഖ്ലാസോടുകൂടെ സിദ്ഖോടുകൂടെ നന്ദിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ പരലോകത്ത് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന നിഅമത്തുകളെ തൃപ്തിപ്പെടുക എന്ന് പറയുന്ന അതും ശുക്റുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനെ ഒരാൾ നന്ദി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തു തരുന്ന നിഅമത്തുകളെ തൃപ്തിപ്പെടാതെ കഴിയൂല. അപ്പം റിളാ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തുകളെ തൃപ്തിപ്പെടുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വമിൻ മനാസിലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മൻസിലത്തു ശുക്ർ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായത്തെ തേടുക എന്ന് പറയുന്നത് ശുക്റിന്റെ പദവി അതാണ്. വഹിയ മിൻ അഅലൽ മനാസിൽ, ഏറ്റവും ഉന്നതമായ പദവിയാണ്. വഹിയ ഫൗഖ മൻസിലത്തി റിളാ, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ തൃപ്തിപ്പെടുക എന്നുള്ളത് തന്നെ വലിയൊരു പദവിയാണ് ഒരു അടിമയെ സംബന്ധിച്ച്. ഫമൻ റളിയ ഫലഹു റിളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടും, നിസ്സാര കാര്യമില്ല. പക്ഷെ അതിലേറെ ഉന്നതമായ മറ്റൊരു പദവിയാണ് നന്ദി ചെയ്യുക. ഈ അടിമ ഇതിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത്? അത് ഫഇന്ന റിളാ മുൻദരിജുൻ ഫി ശുക്ർ, ഒരാളെ നന്ദി ചെയ്യുമ്പോൾ തൃപ്തി അതിൻ്റെ ഉള്ളിൽ പെട്ടു. ഒരാൾക്ക് തൃപ്തി ഇല്ലാതെ നന്ദി ചെയ്യലുണ്ടാവില്ലല്ലോ, അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ പെട്ടതാണ്. ഇത് യസ്തഹീലു വുജൂദു ശുക്രി ബിദൂനിഹി, തൃപ്തിപ്പെടാതെ നന്ദി ചെയ്യുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ റിളണ്ട്, അതിലേറെ കുറച്ചുകൂടി കൂടുതലാണ് ശുക്ർ എന്ന് പറയുന്നത്, അതിലേറെ കുറച്ചുകൂടി കൂടുതലാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദ്, ഒരടിമയെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെടും. അൻ യഅ്കുലൽ അക്ല, അവൻ ഒരു പിടി ഭക്ഷണം കഴിച്ചു, ഫയഹ്മദഹു അലൈഹ, എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഹംദിൻ്റെ വചനങ്ങൾ പല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് നമുക്കൊക്കെ അറിയുന്നത്. വയശ്റബു ശർബ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചു, ഫയഹ്മദഹു അലൈഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ തന്ന നിഅമത്തിന് നന്ദിയായി അള്ളാഹുവിനെ ഹംദ് ചെയ്യുക. അത് ശുക്റിൽപ്പെട്ടതാണ്, അവൻ്റെ നാവ് കൊണ്ട് വന്നതാണ്. അതേപോലെ അൽ ആഫിയത്തു മഅ ശുക്രി ഖൈറും മിനൽ ബലാഇ മഅ സബ്ർ, ചില ആളുകൾ ചോദിക്കുന്നുണ്ട് വിപത്തുകൾ വന്നിട്ട് ക്ഷമിക്കുക, ക്ഷമക്ക് വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പലപ്പോഴും കേട്ടപ്പോൾ മുസീബത്തുകളും വിപത്തുകളൊക്കെ വന്നിട്ട് ക്ഷമിക്കുക, അതാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? അതല്ല അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ലഭിച്ചിട്ട് നന്ദിയുള്ളൊരടിമയാകുകയാണോ ഏറ്റവും നല്ലത്? ചില ആളുകൾ ഒരു പക്ഷേ ക്ഷമൻ്റെ ഫളലും ശ്രേഷ്ഠതയും കേട്ടിട്ട് കുറച്ച് വിപത്തുകളൊക്കെ കിട്ടിയാലും തരക്കേടില്ല എന്ന് മാനസികമായിട്ട് തോന്നുകയാണെങ്കിൽ അതല്ല, ഒരു പരിധിവരെ ശുക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നമുക്ക് നൽകി ദീനിലും ദുനിയാവിലും, അതോടുകൂടെ അതിന് നന്ദി ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുക, അതാണ് കുറച്ചുകൂടി അഭികാമ്യമായതും, അതാണ് അടിമയെ സംബന്ധിച്ച് നമുക്ക് നല്ലതും അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും. അഫ്ളൽ അതാണ് എന്നുള്ളതാണ്. മുത്തറിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ലഅൻ ഉആഫിയ ഫഅഷ്കുർ, അള്ളാഹു എന്നെ ആഫിയത്തിലാക്കി, നിഅമത്തും കാര്യങ്ങളും ആരോഗ്യം സ്വസ്ഥതയും ഒക്കെ ആഫിയത്തിലായി, അങ്ങനെ ഞാൻ നന്ദി ചെയ്യുക എന്നുള്ളതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തല ഫഅസ്ബിർ, പരീക്ഷണത്തിന് വിധേയമാക്കി ക്ഷമിക്കുന്നതിലേറെ എനിക്ക് ഏറ്റവും നല്ലത് അതാണ്. ക്ഷമിക്കുന്നതിലേറെ നല്ലത് അതാണ്. പരീക്ഷണങ്ങൾ വന്നിട്ട് ഞാനതിൽ ക്ഷമിച്ചോളാം, കൂലി കിട്ടിക്കോളാം എന്ന് ചിന്തിക്കാതെ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുക, അതിൽ നന്ദി ചെയ്യാൻ അള്ളാഹുവിനോട് തൗഫീഖിനും ചോദിക്കുക. എന്തുകൊണ്ടാണ് ഉലമാക്കൾ പണ്ഡിതന്മാർ ഈ ഒരു നിലപാട് പറയാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 2 പ്രവാചകന്മാരെ 2 നിലക്ക് പരീക്ഷണത്തിന് വിധേയമാക്കി. മഹാനായ സുലൈമാൻ നബി നമ്മൾ കേട്ടതുപോലെ വമ്പിച്ച നിഅമത്തുകൾ കൊടുത്തുകൊണ്ട് അതിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖ് കൊടുത്തു അദ്ദേഹത്തിന്. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മാരകമായ രോഗങ്ങളും പരീക്ഷണങ്ങളും കൊടുത്ത് അദ്ദേഹം അതിൽ ക്ഷമ അവലംബിച്ചു. ഈ 2 പേരെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയത്ത് അവർ നല്ല
പിന്നെ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല അടിമയാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളാണ് എന്നുള്ള വിശേഷം രണ്ടാക്കും കൊടുത്തത്. നിഅമത്ത് കിട്ടിയിട്ട് നന്ദി ചെയ്ത ആൾക്കും ദുരിതം വന്നിട്ട് ക്ഷമിച്ച ആൾക്കും അതാണ്. അപ്പോൾ ഇന്ന് അള്ളാഹു ഈ നിലക്ക് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിഅമത്തിനാണ് അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടി നിഅമത്തുകൾക്ക് തേടി അതിന് നന്ദി ചെയ്യാൻ നമ്മൾ പാകപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എങ്ങനെയാണ് ഒരാൾക്ക് ശരിക്ക് ശുക്ർ എന്ന് പറയുന്ന മഹത്തായ ഈ ഒരു പദവിയിലേക്ക് ഷാക്കിർ നന്ദിയുള്ള അടിമയാകാൻ എങ്ങനെ കഴിയും? അതിന് ഏറ്റവും കഴിയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക എന്നുള്ളത് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിലും ദുനിയാവിലും ചെയ്തു തന്ന ഓരോ നിഅമത്തുകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവാന്മാരാകുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അവൻ്റെ ത്വാഅത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാക്കിർ ഷക്കൂർ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് എത്താനും അള്ളാഹുവിൻ്റെ പ്രശംസ പിടിച്ചു പറ്റാനും സാധിക്കും എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, വഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലത്തുൻ. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും അള്ളാഹു സഹായിച്ച ആ രംഗങ്ങൾ വിവരിച്ചു കൊടുത്തിട്ട് പറയാണ്, ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ തഖ്വ അവലംബിക്കുവീൻ, തഖ്വ അവലംബിക്കുവീൻ, എന്നാൽ നിങ്ങൾ ശാകിരീങ്ങളാകും, ശുക്റുള്ള ആളുകളാകും. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫത്തഖൂനി ഫഇന്നഹു ശുക്റു നിഅമതി, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കി, ഹലാലായ അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി സൂക്ഷ്മതയോടെ ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അള്ളാഹു ചെയ്യുന്ന നിഅമത്തുകൾക്കുള്ള നന്ദിയായിട്ട് അത് മാറും. അവൻ നന്ദി ചെയ്യുന്ന അടിമയുടെ കൂട്ടത്തിൽ പെട്ടവരാകും. അതേപോലെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച പ്രത്യേകിച്ച് ദുന്യവിയായ കാര്യങ്ങളിൽ ഉള്ളത് കൊണ്ട് മതിയാക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കും. ഉള്ളത് കൊണ്ട് മതിയാക്കാൻ വലിയ വലിയ ഭവനങ്ങളിലേക്കും വലിയ വലിയ സമ്പത്തിലേക്കും സമ്പന്നന്മാരിലേക്കും നിയമത്തിൽ മതിമറന്നു പോകുന്ന ആളുകളിലേക്കും നോക്കാതെ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറാകുമ്പോൾ അൽഹംദുലില്ലാ, ഇത് വലുതായി തോന്നും. നമുക്ക് കിട്ടിയത് എത്രയോ നിയമത്താണ്, എത്ര വലിയതാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യാൻ അത് പ്രേരണയാകും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുൻ ഖാനിഅൻ തകുൻ അഷ്കറന്നാസ്, ഉള്ളത് കൊണ്ട് മതിയാക്കാനുള്ള മാനസികാവസ്ഥയിലെത്തിയാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശുക്റുള്ള ആളാവാൻ നിനക്ക് കഴിയും. എനിക്ക് കിട്ടിയതിന് അൽഹംദുലില്ലാ, ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു നിയമത്തിലാണല്ലോ, ഇതുമില്ലാത്തവരുണ്ടല്ലോ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ അത് നമുക്ക് പ്രേരണയാകും. നേരെ മറിച്ച് നമ്മൾ ലഭിക്കാത്ത മറ്റുള്ള വിഭവങ്ങളിലേക്കും മറ്റുള്ള സൗകര്യങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കണ്ണുപോയാൽ സ്വാഭാവികമായിട്ടും അള്ളാഹു നമുക്ക് ചെയ്തു തന്നത് നിസ്സാരമാണ്, കുറവാണ്, കിട്ടിയത് പോരാ, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് തോന്നുമ്പോൾ നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. സ്വലാത്തുൽ ളുഹ, 2 റക്അത്ത് ളുഹ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശുക്റായിക്കൊണ്ട് നമുക്ക് അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ സുരക്ഷിതരായി നമ്മുടെ ഈ ജോയിൻറ്റുകളും കെണുപ്പുകളൊക്കെ സുരക്ഷിതമായി വരുന്ന നന്ദിയായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നത് നമുക്കറിയുന്നത്. അതേപോലെ ശുക്റിൻ്റെ സുജൂദ്, പ്രധാനപ്പെട്ട വലിയ നിഅമത്തുകൾ ഏതെങ്കിലും നമുക്ക് ലഭിക്കേ, വിപത്തിൽ നിന്ന് നമ്മൾ സുരക്ഷിതരായി ചെയ്യുകയാണെങ്കിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക. അള്ളാഹുവിനോട് നിരന്തരം ശുക്ർ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ചെയ്തു തരുന്ന നിഅമത്തുകളെ വിലമതിക്കാനും അതിന് അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി മുന്നേറാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ എന്ന് പറഞ്ഞ്, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ പറയാൻ നീ ഒരിക്കലും മറക്കരുതേ, ഒഴിവാക്കാൻ നിൽക്കരുതേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, ഈ പറയുന്ന ദുആ നീ ഒരിക്കലും മറക്കരുതേ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ, പ്രവാചകൻ ദുആ ചെയ്യുന്ന അല്പം ദീർഘമായ, ഇമാം അബൂ ദാവൂദ് റഹ്മഹുള്ളക്ക് റിപ്പോർട്ട് ചെയ്ത നാസിറുദ്ദീൻ അൽബാനി സഹീഹാണ് എന്ന് പറഞ്ഞൊരു ദുആ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ ദുആ ചെയ്യലുണ്ടായിരുന്നു, യദ്ഉ റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ, എൻ്റെ റബ്ബേ നീ എന്നെ സഹായിക്കണം, എനിക്ക് കേടായിട്ട് മറ്റൊരാളെ നീ സഹായിക്കരുതേ. വൻസുർനി വലാ തൻസുർ അലയ്യ, നീ എന്നെ സഹായിക്കണം, എൻ്റെ മേൽ കേടായിട്ട് മറ്റൊരാളെ നീ സഹായിക്കരുത്. രണ്ടും യാനത്ത് നസുർ എന്നൊക്കെ ഉള്ളത് പരസ്പരം മുത്തറാദിഫായ അർത്ഥങ്ങൾ, ആശയങ്ങൾ അടുത്തു വന്ന പദങ്ങൾ. വംകുർലി വലാ തംകുർ അലയ്യ, എനിക്ക് വേണ്ടി നീ കൗശലങ്ങൾ മെനയണം, മറ്റൊരാൾക്ക് എൻ്റെ മേൽ കേടായിട്ട് കൗശലങ്ങളും തന്ത്രങ്ങളും മെനയാൻ നീ സഹായിക്കരുതേ. വഹദിനി, നീ എന്നെ സന്മാർഗത്തിലേക്ക് ചേർക്കണം. വയസ്സിർ ഹുദായ ഇലയ്യ, എൻ്റെ ഹിദായത്ത് നീ എനിക്ക് എളുപ്പമാക്കി തരണം.
വൻസുർനി അലാ മൻ ബഗാ അലയ്യ, എന്നെ ആക്രമിച്ച ആളുകളാണെങ്കിൽ അവരുടെ മേൽ നീ എന്നെ സഹായിക്കണം. അല്ലാഹുമ്മ ജഅൽനി ലക ഷാക്കിറ, അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യുന്ന അടിമയാക്കണം നീ എന്നെ. ഷാക്കിറൻ ലക ദാക്കിറൻ, നിന്നെ സദാസമയം സ്മരിക്കുന്ന അടിമയാക്കണം. ലക റാഹിബൻ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാക്കണം. ലക മിത്വാഅൻ, നിനക്ക് എപ്പോഴും അനുസരിച്ചുകൊണ്ട് വഴങ്ങി ജീവിക്കുന്ന ത്വാഅത്ത് ചെയ്യുന്ന അടിമയാക്കണം. ഇലൈക മുഖ്ബിതൻ ഔ മുനീബൻ, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആ ഒരു മാനസികാവസ്ഥയുള്ള ആളാക്കണം അല്ലാഹുവേ നീ എന്നെ. റബ്ബി തഖബ്ബൽ തൗബതി, എൻ്റെ റബ്ബേ എൻ്റെ തൗബ നീ സ്വീകരിക്കണം. വഗ്സിൽ ഹൗബതി, എൻ്റെ പാപങ്ങൾ നീ കഴുകി എന്നെ വൃത്തിയാക്കണം. വഅജിബ് ദഅവതി, എൻ്റെ ദുആക്ക് നീ ഉത്തരം ചെയ്യണം. വസബ്ബിത് ഹുജ്ജതി, ദീനിലും ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ എൻ്റെ തെളിവും രേഖകളും എവിടെയാണെങ്കിലും അതിന് എന്നെ അടിയുറച്ചു നിൽക്കാൻ പറ്റുന്ന പാകത്തിലാക്കി തരണം. വഹദി ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ നേരായ മാർഗത്തിലേക്ക് ചേർക്കണം. വസദ്ദിദ് ലിസാനി, എൻ്റെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയുന്ന തൗഫീഖ്, അതിനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം. ചില ആളുകൾ നാവ് ദുഷിച്ചതായിരിക്കുമല്ലോ. വസ്ലുൽ സഖീമത ഖൽബി, എൻ്റെ ഹൃദയത്തിലുള്ള പകയും വിദ്വേഷവും പോരും വൃത്തികെട്ട സ്വഭാവങ്ങൾ അതൊക്കെ നീക്കി നല്ല ഹൃദയത്തിൻ്റെ ഉടമയാക്കണം. ഈ ദുആക്കെ നമ്മൾ കാണാതെ പഠിച്ച് മൊബൈലിലൊക്കെ അതിലേക്ക് അയച്ചിട്ടോ അതല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരൊക്കെ ഇത് ദുആ ചെയ്യുക. വളരെ ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളുമുള്ള നമുക്ക് ദീനിലും ദുനിയാവിലുമുള്ള നമ്മളെ ഹൃദയവും ശരീരവും മനസ്സുമൊക്കെ നന്നാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. സഹീഹായതാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അള്ളാഹുവിനോടുള്ള ശുക്ർ എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടയിൽ ഞാൻ പറയുകയാണ്, മനുഷ്യരായ ആളുകൾ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് അവരോട് നന്ദി കാണിക്കണം. അത് ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സ്വഭാവത്തിൽപ്പെട്ടത്. ചില ആളുകൾ നന്മ ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് നന്മ എന്തെങ്കിലും ചെയ്തു, നന്ദികേട് കാണിക്കും. ചില ആളുകൾ നന്ദികേട് കാണിക്കും, ഉപദ്രവങ്ങൾ വരുത്തും. ഒരിക്കലും ഉണ്ടാവരുത്. മനുഷ്യരായ ആളുകൾ ദീനിലോ ദുന്യാവിലോ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാൽ അതിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് നല്ല അടിമകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്, ആളുകൾക്ക് നന്ദി ചെയ്യാത്തവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ളൊരു തൗഫീഖ് ഉണ്ടാകൂല. അള്ളാഹുവിന് നന്ദി ചെയ്തു പോകാൻ തൗഫീഖ് ഉണ്ടാകൂല. ദീനിൻ്റെ കാര്യത്തിൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ പല ആളുകളിൽ നിന്ന് നമുക്കൊരുപാട് സഹായങ്ങളും നന്മകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പലതും. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളാകണം. ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, പിന്നെ സഹീഹുൽ ജാമി അൽബാനിക്ക് സഹീഹാണി എന്ന് പറഞ്ഞു, മനിസ്തആദകും ബില്ലാഹി ഫഅഈദു, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളിൽപ്പെട്ട ആരോടെങ്കിലും ഒരാൾ കാവലിനെ തേടിയാൽ നിങ്ങൾ അവന് അഭയം കാവൽ നൽകണം. വമൻ സഅലകും ബില്ലാഹി ഫഅഅതു, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ, നിങ്ങൾക്കൊന്നൊരു പ്രയാസമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ഒരാൾ കുറച്ച് പൊടി കാട്ടിക്കുക, ഞാനൊന്ന് വെച്ചാട്ടെ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു കുപ്പി ബോട്ടിൽ കാട്ടിക്കുക, ഞാനൊന്ന് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ, അത് കുടിക്കാനുള്ള കാശ് കൊണ്ടാണ് നമ്മൾ കൊടുക്കണം എന്നുള്ളതല്ല. നമുക്ക് ദീനിലും ദുന്യാവിലും പ്രയാസങ്ങളില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ചോദിച്ചാൽ കൊടുക്കണം. മൻ ദഅാകും ഫഅജീബു, നിങ്ങളെ ഒരാൾ ക്ഷണിച്ചാൽ തടസ്സമില്ലാത്ത ദീനിൽ വിമർശനമില്ലാത്ത ഇതാണെങ്കിൽ അതിന് ഉത്തരം ചെയ്യണം. വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, നിങ്ങൾക്കൊരു നന്മ ആരെങ്കിലും ചെയ്തു തന്നാൽ അതിന് പ്രത്യുപകാരം ചെയ്യുക. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഫഇല്ലം തജിദൂ മാ തുകാഫിഊനഹു, അവന് പ്രത്യുപകാരം പകരം ചെയ്യാൻ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഫദ്ഉ ലഹു, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹത്താ തറൂ അന്നകും ഖദ് കാഫഅതുമൂഹു, അവൻ ചെയ്ത ആ നന്മക്ക് പകരം ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ ജസാക്കല്ലാഹു ഖൈർ പറയാൻ തന്നെ ചിലപ്പോൾ പിഷ്കത്തരും ലുബ്ധതയാകരുത്. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും, ഹഫിളക്കുമുല്ലാഹ് വറആക്കും വറഫഅല്ലാഹു ഖദറക്കും വഅഅസ്സ മകാനക്കും വഹഫിള അഹ്ലീക്കും വഔലാദക്കും, ദുആ ചെയ്തു കൊടുക്കും. എന്താ പ്രശ്നം? നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പകരത്തിന് ചെയ്തു എന്ന് നമുക്ക് ബോധ്യമാകുന്നത് വരെ അത് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും ആളുകളുമായിട്ടുള്ള ഈ മനസ്സിൽ ഉള്ള വെറുപ്പും വിദ്വേഷങ്ങളും ഗില്ലും പകയും പോരും പോലത്തെ കാര്യങ്ങൾ മാറിക്കിട്ടും. മാനസികമായിട്ടൊരടുപ്പും മാനസികമായ സൗഹാർദ്ദങ്ങളും അതൊക്കെ ലഭിക്കും. അതല്ലെങ്കിൽ തന്നത് ഇത്രയേ ഉള്ളൂ, കിട്ടിയത് അങ്ങനെയാണ്, പരാതികളും പരിഭവങ്ങളും അങ്ങനെ ഒരിക്കലും ആകരുതേ എന്നുള്ളതാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്തു തന്നു, ഫഖാല ലിഫാഇലിഹി, എന്നിട്ട് ചെയ്തു തന്നവനോട് പറയാണ്,
ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞാൽ ഫഖദ് അബ്ലഗ ഫിസ്സനാ. അപ്പോൾ ഈ പറഞ്ഞതിൽ അത്രമാത്രം പറയണം എന്നുള്ളതല്ല, എങ്കിലും പറഞ്ഞു അതിലേറെ നല്ല വാക്കുകളും പകരങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു സ്വഭാവമാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സുബ്ഹാനഹു നന്ദി ചെയ്യാൻ നമുക്ക് പ്രേരണയാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ദുന്യവിയായ കാര്യങ്ങളിൽ നമ്മളിലേറെ താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കുക, നമ്മളിലേറെ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കുക. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. ദുന്യവിയായ വിഭവങ്ങളും ആർഭാടങ്ങളും നമ്മൾ ചില ആളുകൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും, അങ്ങോട്ട് കണ്ണ് നീട്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയതാണ്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അതുപോലെ നമുക്കില്ല, അള്ളാഹു നമുക്ക് തന്നില്ല. അപ്പോൾ അള്ളാഹുവിനോടുള്ള പരാതികളും പരിഭവങ്ങളും, കിട്ടിയത് മോശമാണ് കുറവാണ് എന്നുള്ള ആ ചിന്തയിലേക്ക് പോകും. നമ്മൾ ബോംബെയിൽ ഒരു സമയത്ത് ചെന്ന സമയത്ത് രാത്രി സമയത്ത് പകൽ സമയത്ത് പൂർണ്ണമായിട്ടും ജോലി ചെയ്ത് ഹോട്ടലുകളിൽ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ രാത്രി വിശ്രമിക്കാൻ സമയത്ത് റോഡ് സൈഡ് നിർത്തിയ വണ്ടികളുടെ താഴ്ഭാഗത്ത് പോയി കടന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി സമയത്ത് പകൽ സമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സുരക്ഷിതമായ വീടുകളിലാണ് കഴിച്ചു കൂട്ടുന്നത്. ഞാൻ അതേപോലെ ഒരു സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ ഭക്ഷണം കഴിച്ച ഇലകളും വേസ്റ്റുകളും ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എലികളും അതേപോലെ തന്നെ കാക്കകളും പട്ടികളും കഴിക്കുന്നു, മറുഭാഗത്ത് മനുഷ്യന്മാർ അതിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കഴിക്കുന്നത് ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇതാണ് പരിതാപകരമായ അവസ്ഥയാണ്. അങ്ങനത്തെ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ സദാസമയം നമ്മളിൽ ശുക്ർ എന്ന് പറയുന്ന ഈ ഇബാദത്ത് വരും. ഇത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പദവികളിൽ അവൻ എത്തിച്ചേരുന്ന, അവൻ മുന്നോട്ട് പോകുന്ന യാത്രയിൽ വളരെ ഉന്നതമായൊരു പദവിയാണ് എന്നുള്ളതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ പല ആയാത്തുകളിൽ കൂടെ അല്ലാഹു എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നഹലിൽ അല്ലാഹു പറയാണ്, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രസവിച്ചു വരുമ്പോൾ ലാ തഅലമൂന ഷൈഅൻ, ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നും അറിയാത്തവരായിട്ടാണ് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥതാണ്. ഈ കൗശലങ്ങളും ഈ തന്ത്രങ്ങളും ഈ ഐഡിയകളും ഈ പറയുന്ന ഒന്നും അറിയാത്തവരാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾവി തന്നു നിങ്ങൾക്ക്. കാതന്ന് തന്നെയുണ്ട്, പക്ഷെ അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കാനുള്ളൊരു പ്രാപ്തി. നിങ്ങൾക്കതുപോലെ കണ്ണന്ന് തന്നെയുണ്ട്, ആ കണ്ണുകൊണ്ട് കണ്ട് നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ളൊരു പ്രാപ്തി. വൽ അഫ്ഇദ, നിങ്ങൾക്ക് ഹൃദയം തന്നു, നല്ലതും ചീത്തയും ഉപകാരമുള്ളതും ഇല്ലാത്തതും ചിന്തിക്കാൻ. ലഅല്ലക്കും തഷ്കുറൂൻ, മനുഷ്യരെ നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല. അള്ളാഹു ചോദിക്കാൻ ലഅല്ലക്കും തഷ്കുറൂൻ. ഒരു പക്ഷേ ഈ ആയത്ത് നമ്മൾ പല പ്രാവശ്യം പാരായണം ചെയ്യലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഈ ചോദ്യം, ഇത്ര നിഅമത്തുകൾ ചെയ്തിട്ട് നന്ദി ചെയ്യുന്നില്ല നിങ്ങൾ. യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യനോടൊരിക്കൽ, ആ മനുഷ്യൻ വന്നിട്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രയാസമാണ്, ദുരിതമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് അള്ളാഹു കണ്ണ് തന്നിട്ടുണ്ടല്ലോ, 1000 നാണയങ്ങൾക്ക് പകരം നിന്റെ കണ്ണിന് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചില്ല. അതൊരിക്കലുമില്ല. നിന്റെ 2 കൈ തന്നതിന് പകരം നീ 1000 നാണയം ഒരാൾക്ക് നിനക്ക് തരാണെങ്കിൽ അത് നിന്റെ കൈ കൊടുക്കാൻ തയ്യാറല്ല, കാലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മഹാനായ പണ്ഡിതന മനുഷ്യനതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ അടുത്ത് മില്യൺ കണക്കിന് ദിർഹമുണ്ട് മനുഷ്യ, പിന്നീട് നിന്റെ പരാതികളും പരിഭവങ്ങളും പറയാം. ഇത്ര വലിയ നിയമത്തുകൾ ചെയ്തു തന്ന അള്ളാഹുവിനോട് എന്നിട്ട് നീ പരാതികളും പരിഭവങ്ങളും അവനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ വിമർശിച്ചുകൊണ്ട് പറയാണ്, യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. അള്ളാഹു ചെയ്തു കൊടുത്ത നിയമത്തുകൾക്ക് അറിയുക ചെയ്യും, പക്ഷെ അത് നിഷേധിക്കുകയാണ്. അക്സറുഹുൽ കാഫിറൂൻ, ബഹുഭൂരിഭാഗം സത്യനിഷേധികളാണ്, നന്ദികേട് കാണിക്കുന്നവരാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിൽ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിനെ എണ്ണി കണക്കാക്കാൻ കഴിയുകയില്ല. ശരീരത്തിൽ ആരോഗ്യം, നമ്മുടെ നാട്ടിൽ സുരക്ഷയും നിർഭയത്വവും, ഭക്ഷണം, വസ്ത്രം, വായു, വെള്ളം, ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ, വാഹനങ്ങൾ, കുടുംബം, സൗകര്യങ്ങൾ എത്രയാണ് നമുക്കുള്ളത്. മുൻകാലത്ത് ജീവിച്ച വലിയ രാജാക്കന്മാർക്കില്ലാത്ത നിയമത്തുകൾ ഇന്ന് സാധാരണക്കാരായ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് സത്യം. മുൻകാലത്ത് ജീവിച്ച വലിയ വിശാലമായ പ്രദേശങ്ങൾ ഭരിച്ച ഭരണാധികാരികൾക്കില്ലാത്ത നിയമത്തുകൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട് എന്നുള്ളതാണ്.
നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരൊറ്റ ഉപകരണം തന്നെ എത്ര വലിയ നിയമത്താണ്, എത്ര വലിയ ഉപകാരങ്ങളും എത്ര സൗകര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിസരങ്ങളിൽ ഈ പറയുന്ന ആതുരാലയങ്ങളിലും ചികിത്സാലയങ്ങളിലുമൊക്കെ ചെന്ന് കിടക്കുന്ന ആളുകളുടെ ദയനീയതകൾ ഒന്ന് നമ്മൾ ചെന്ന് കണ്ടാൽ എത്ര നിഅമത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ നമുക്ക് ചെയ്ത് അതിൽ കൂടിയാണ് നമ്മൾ രാപ്പകലുകൾ ജീവിക്കുന്നത് എന്നുള്ളത്. സ്വന്തം ശരീരത്തിന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമുക്ക് അല്ലാഹു ഹൃദയം തന്നു. ആ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച പറ്റിയാൽ അതിൻ്റെ മേൽ എത്രയാണ് ആളുകൾ ചെലവാക്കുന്നത്, ലക്ഷങ്ങൾ എത്രയാണ് അതിൽ ഉത്കണ്ഠപ്പെടുന്നത്, ഏതൊക്കെ ചികിത്സകളുടെ അടുത്താണ് ഇവർ ചെന്ന് കാത്തു നിൽക്കുന്നത്, എത്രയാണ് സങ്കടപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശ്വാസനാളികൾ തന്നു, ശരിക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നു. നമുക്ക് തലച്ചോറ് തന്നു, നമുക്ക് ആമാശയം തന്നു, നമുക്ക് പാൻക്രിയാസ് തന്നു, നമുക്ക് നമ്മുടെ പിത്തസഞ്ചി തന്നു, കരൾ തന്നു, ആമാശയം തന്നു, ചെറിയ കുടലും വലിയ കുടലും, അതേപോലെ തന്നെ നാഡികളും ഞരമ്പുകളും തൊലികളും. തൊലിയിൽ എന്തെങ്കിലും ചെറിയ ഒരു മുറിവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു പോറലോ ഏറ്റാൽ അതിൻ്റെ പേരിൽ നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും, എത്ര നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അത് താളം തെറ്റും. നമ്മളിത് പരിശോധിക്കേണ്ടതല്ലേ. ഇല അജ്ഹിസത്തിൽ ഇസ്തിഖ്ബാലി വൽ ഇർസാലി ഫീക. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കണ്ണിന് മുന്നിൽ കാണുന്നത് മതി വരുവോളം കടിച്ച് ചവച്ച് അത് വായിലേക്കാക്കുന്നു. ഒരു പ്രയാസമില്ലാതെ അത് നമ്മുടെ ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരു മുറുക്ക് വെള്ളം നമ്മുടെ തൊണ്ടയിൽ കെട്ടിയാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നമുക്ക് ആമാശയത്തിലേക്ക് ശരിക്കും ഇറങ്ങിപ്പോകാതെ തടഞ്ഞു നിന്നാൽ ആമാശയത്തിലേക്ക് ചെന്നതിൻ്റെ ശേഷം ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വലിച്ചെടുത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി ഹാറൂൻ റഷീദിൻ്റെ സദസ്സിലൊരിക്കൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. വലിയ പരന്ന് വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു ഹാറൂൻ റഷീദ്. ഇബ്നു സമ്മാക്ക് വളരെ മനസ്സിൽ തട്ടുന്ന ഉപദേശം കൊടുക്കുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. എനിക്കൊന്ന് ഉപദേശിക്കീന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു സമ്മാക്ക് റഹ്മഹുള്ള പറഞ്ഞു, നിങ്ങൾ ഖലീഫ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു തരി, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു മുറുക്ക് വെള്ളം, ദാഹിച്ച സമയത്ത് ഒരു മുറുക്ക് വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം ഞാൻ അതിനുവേണ്ടി ചെലവാക്കും, ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞു. അത് കുടിച്ചു കഴിഞ്ഞാൽ ശരിയായി മൂത്രനാളിയിൽ കൂടെ അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ രാജ്യത്തിൻ്റെ മറ്റേ പകുതി ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. ഇത്രയുള്ളൂ നിങ്ങളുടെ അധികാരത്തിൻ്റെ സ്ഥാനം, ഇത്രയുള്ളൂ ആധിപത്യത്തിൻ്റെ വില എന്ന് പറഞ്ഞു കൊടുത്തു. ഹാറൂൻ റഷീദ് അർത്ഥഗർഭമായ ആ ഉപദേശം കേട്ട് ആ സദസ്സിൽ വെച്ച് കരഞ്ഞുപോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളതിൽ ബോധവാന്മാരാവണം. മുഅ്മിനീങ്ങൾ, തൗഹീദിൻ്റെ ആളുകൾ, സുന്നത്തിൻ്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് അതിന് സദാസമയം അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളാകണം. നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ടോ നമ്മൾ ശരിക്കും ബോധവാന്മാരല്ലാത്തത് കൊണ്ടോ ചിലപ്പോൾ പരാതികളും പരിഭവങ്ങളും നമ്മുടെ നാവിൽ നിന്ന് വരികയാണെങ്കിൽ അത് നമ്മൾക്കുള്ള വീഴ്ചയായി മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കണം. അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് അവനെ പുകഴ്ത്തി പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അംർ ഇബ്നു ശൈബ് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, കുലു വഷ്റബു വതസദ്ദഖു. നിഅമത്ത് കിട്ടിയാൽ അനുവദനീയമായ മാർഗത്തിൽ കൂടെ അത് ഉപയോഗിക്കാൻ തയ്യാറാകും. ഹലാലായ മാർഗത്തിൽ കൂടെ താനും നമ്മുടെ കുടുംബങ്ങളും മറ്റുള്ള ആളുകൾ. ചില ആളുകൾക്ക് കിട്ടിയ നിഅമത്ത് കിട്ടിയാൽ ഓലോട് ഉപയോഗിക്കില്ല, വേറൊരു കൊടുക്കൂല. പിശുക്കന്മാർ, ലുബ്ധന്മാർ, അതിൻ്റെ ഒരു തെളിയിൽ, അതിൻ്റെ ഒരു വൃത്തിയിൽ, അതിൻ്റെ ഒരു അഴകിൽ ഓലോട് നടക്കൂല. മുഷിഞ്ഞ വസ്ത്രം ധരിക്കുക, അതല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്യാത്ത ഉടുപ്പുകൾ ഇട്ട് നടക്കുക, ഇതൊന്നും ശുക്റിൽപ്പെട്ടതല്ല. തെറ്റായിട്ട് ആരും ധരിക്കും ചെയ്യരുത്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ നമ്മൾ സൗദി അറേബ്യയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള, വളരെ അഴകുള്ള, സുഗന്ധം പൂശിയ ആദരണീയമായ വേഷത്തിലാണ് അവരൊക്കെ നടക്കുന്നത്. അതൊന്നും ശുക്റിനെതിരല്ല താൻ. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഒരു പക്ഷേ അങ്ങനെ മനസ്സിലാക്കി. അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ അത് നമ്മൾ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ മറ്റുള്ള അടിമയുടെ മുന്നിൽ അത് അഹങ്കാരമില്ലാതെ, ധിക്കാരമില്ലാതെ, മറ്റുള്ളവരുടെ മുന്നിൽ തലക്കനമില്ലാതെ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ പ്രകടിപ്പിക്കുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഒരാളെ ചെരുപ്പ് നല്ലത്, ഒരാളെ വസ്ത്രം നല്ലത്, അവനെ ധരിക്കുന്നു, അത് ശുക്റിനെതിരല്ല. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു വളരെ അഴകുള്ളവനാണ്, അഴക് അവൻ ഇഷ്ടപ്പെടുന്നവൻ. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, കുലു വഷ്റബു, നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾ കുടിച്ചോളി, വതസദ്ദഖു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾ സദഖ ദാനധർമ്മം ചെയ്യും, അർഹതപ്പെട്ട ആവശ്യമുള്ള ആളുകൾക്ക് കഴിയുന്നത് ചെയ്യും. മിൻ ഗൈരി മബ്ഖലത്തിൻ വലാ സറഫ്, ദൂർത്തടിക്കരുത്.
അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കും ചെയ്യരുത്. അഹങ്കാരം കാണിക്കും ചെയ്ത് ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു അവൻ്റെ അടിമക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് അവനത് ഉപയോഗിക്കുന്നത് കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്ത് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ അത് പ്രകടിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ലൊരു വാച്ച്, നല്ലൊരു വീട്, സൗകര്യപ്രദമായ, പക്ഷെ അഹങ്കാരം ഉണ്ടാവരുത്. അതേപോലെ തന്നെ അതിൽ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ടായ ദൂർത്തടിക്കരുത്. മുഅ്മിനീങ്ങളായ മറ്റുള്ള സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൽ നിന്ന് കൊടുക്കും ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തുകളെ വിലമതിക്കുകയും അതിന് ഈ പറയുന്ന നന്ദിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പക്ഷം ഈ ലോകത്തും പരലോകത്തും അത് നമുക്ക് ഖൈറാണ്, അത് നമുക്ക് നേട്ടമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരാവുള്ളത് നിലനിർത്തി തരാ എന്ന് വാഗ്ദാനം ചെയ്തതാണ്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നന്ദി കേട് കാണിച്ചാൽ വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും. അള്ളാഹുവിന് സൃഷ്ടികളായ അടിമകളായ നമ്മുടെ നന്ദിയിലേക്ക് ആവശ്യമില്ലാത്തവനാണ്. അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ സ്തുതിയാർഹനാണ്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കേട് കാണിച്ച പല സമൂഹങ്ങളെക്കുറിച്ചും അതേപോലെ വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഖുർആനിൽ കൂടെ പല ചരിത്രങ്ങളിൽ കൂടെ നമ്മെ അറിയിച്ചത് നമുക്ക് കാണാൻ കഴിയും. സബ എന്ന് പറയുന്ന യമനിലുണ്ടായിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. വലിയ നിഅമത്തുകൾ അള്ളാഹു അവർക്ക് കൊടുത്തിരുന്നു. ഭൗതികമായി അവർക്ക് വലിയ ആർഭാടകരമായ അന്തസ്സോടുകൂടെ അഭിമാനപൂർണ്ണമായ ജീവിത നിലവാരം കൊടുത്തിരുന്നു. നന്ദികേട് കാണിച്ച് സൂറത്ത് സബയിൽ അവരുടെ ചരിത്രം അള്ളാഹു പല ആയത്തുകളിൽ കൂടെ പറയുന്നുണ്ട്. ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ ബനു ഇസ്രായേൽപ്പെട്ട ആളായിരുന്നു. ഖാറൂൻ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സമ്പത്തിൻ്റെ വലിപ്പം അള്ളാഹു പറയുന്നത് അവൻ്റെ ഖജാനകളുടെ താക്കോലുകൾ തന്നെ വലിയൊരു സമൂഹത്തിന് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. വലിയൊരു സമൂഹത്തിന് വഹിക്കാം താക്കോലുകൾ തന്നെ. അപ്പോൾ അവൻ്റെ ഖജാനകൾ എത്രയായിരിക്കും? ധിക്കാരവും അഹങ്കാരം കാണിച്ച് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു അവനെയും അവൻ്റെ കൊട്ടാരങ്ങളും അവൻ്റെ സമ്പത്ത് മുഴുവൻ ഭൂമിയിൽ താഴ്ത്തിക്കളയുക ചെയ്തത്. മക്കക്കാരായ ആളുകൾ കഅബ ഷരീഫിൻ്റെ പരിസരത്തുള്ള അള്ളാഹുവിൻ്റെ ബൈത്തിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലത്താണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കാതെ ബദർ പോലത്തെ യുദ്ധക്കളങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുകയും ചെയ്ത ളറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്നത്തൻ, ഇതുപോലത്തെ ചരിത്രങ്ങൾ നമുക്ക് ഖുർആനിൽ കൂടെ കാണാൻ കഴിയും. ഒരിക്കലും നന്ദികേടുണ്ടാവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചിട്ട് തരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇത് നമ്മോട് ഇഷ്ടമാണ് എന്നോ അള്ളാഹു തന്നൊന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. പണ്ഡിതന്മാരത് എപ്പോഴും പറയും ഇസ്തിദ്റാജ് എന്നാണ് അതിന് പറയുക, കുടുക്കി വലിക്കുക. അള്ളാഹു തെറ്റ് ചെയ്യാൻ ഇങ്ങനെ അയച്ചിട്ട് തന്ന് നിഅമത്തുകൾ ഇങ്ങനെ വിശാലമാക്കി തന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനും അവന് വിധേയപ്പെട്ട അടിമകളാകാനും അള്ളാഹുവിന് അതിൻ്റെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആ നിഅമത്തുകൾ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ട് നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അദീമൽ ജലീല ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക.